Club FM 94.3. This is me, Vijita. Karnataka back to cash. No UPI, only cash. Say vendors as they receive GST notices എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. എന്താണെങ്കിലും ഇതിനൊരു ഉത്തരം തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് തന്നെ ചേരുന്നുണ്ട്. എന്റെ പേര് ബിജോയ് പൗലോസ് എന്നാണ്. ഞാനൊരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എന്റെ ഓഫീസ് ആലുവയിലാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ കർണാടകയിലെ ഒരു കാര്യം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയെ കുറിച്ചിട്ട് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒന്ന് സാറിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. അതായത് അവിടെ ഈ നമ്മളിപ്പോൾ QR കോഡ് വെച്ചിട്ട് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ള സംഭവം അത് കടക്കാർക്കൊക്കെ ഭയങ്കരമായ നഷ്ടവും അവർക്ക് GST ഭയങ്കരമായിട്ട് വരുന്നു. അത് അവർക്ക് അസഹനീയമായതുകൊണ്ട് അവർ ആ പരിപാടി നിർത്തുകയാണ്. ക്യാഷ് തന്നെ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ? ആ വെൻഡേഴ്സ് GST രജിസ്ട്രേഷനേ എടുത്തിട്ടില്ല. അതായത് GSTയുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഗുഡ്സ് ട്രേഡ് ചെയ്യണ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം 40 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, അതല്ല സർവീസ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് സ്പെഷ്യൽ സ്റ്റാറ്റസ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ, അതൊഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞാനിപ്പോ ഈ പറഞ്ഞ ലിമിറ്റ് ആണ്. അതിന് മുകളിലാണ് നമ്മുടെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കുകയും കൃത്യമായിട്ട് GSTയുടെ റിട്ടേണുകൾ ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരും അറിയില്ല. ഗവൺമെന്റിന് ഇതിനൊരു ട്രാക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ UPI വെച്ചിട്ട് ട്രാൻസാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻസ് അത് ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് ഇവര് ഡിപ്പാർട്ട്മെന്റ് ഇന്റർവ്യൂ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40 lakhs കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ നിയമം അനുസരിച്ചിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇപ്പോ കർണാടക 14,000 മോർ ദാൻ 14,000 ട്രേഡേഴ്സിന് ഈ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കർട്ടൻ റൈസർ എന്നുള്ള രീതിയിൽ ഒരു 2-3 months ബാക്ക് ചെന്നൈയിൽ ഒരു പാനിപൂരി വെൻഡർക്ക് ഇതുപോലെ നോട്ടീസ് കൊടുത്തിരുന്നു. അന്നത് വലിയ ന്യൂസ് കവറേജ് അതിന് കിട്ടിയതാണ്. സബ്സിക്വന്റ്ലി ഇപ്പൊ ഇത് 14,000. അതിന്റെ പുറമെ ഇപ്പോ ആന്ധ്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഈ 4 സ്റ്റേറ്റുകളും കൂടി UPI ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് അഗ്രഗേറ്റേഴ്സിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും വരും. ഇനി വെൻഡേഴ്സ് പറയണത് അവരുടെ ബുദ്ധിമുട്ടാണ്. അതായത് അവർക്ക് GST അടയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിയമം ഞാനിപ്പോ പറഞ്ഞതാണ്. ഇതെല്ലാം എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഉടനെ ഗവൺമെന്റ് തോറ്റ് ഈ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ക്യാഷ്ലെസ് എക്കോണമി ഇനിഷ്യേറ്റീവ് ഒഴിവാക്കുന്നു ഞാൻ കരുതണില്ല. അപ്പോ അതിന്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ എത്ര നാളായി കാണും നമ്മളൊരു ATM പോയി കുറച്ച് കാശ് എടുത്തിട്ടും പോക്കറ്റില് ലിക്വിഡ് ക്യാഷ് കൊണ്ട് നടന്നിട്ടും. സത്യം, എന്റെ പേഴ്സിൽ ചിലപ്പോൾ ഒരു 10 രൂപ പോലും ഇടയ്ക്ക് ഉണ്ടാവില്ല. അതെ, ഇന്നലെ തന്നെ ഞാൻ അവിടെ ക്ലബിൽ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ 5 പൈസ ഇല്ല ക്യാഷ് ആയിട്ട്. അപ്പൊ തന്നെ നമ്മള് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളുടെ കാര്യങ്ങൾ നടക്കും. അത് നമ്മുടെ ഹാബിറ്റായി 3-4 years കൊണ്ട് നമ്മുടെ ഹാബിറ്റായി മാറി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇനി കടക്കാർ ഞങ്ങള് QR കോഡ് എടുത്ത് മാറ്റുവാണ്, ഇനി ക്യാഷ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടം അവരുടെ പൊസിഷൻ അവർ എൻഡേഞ്ചർ ചെയ്യാന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ഈ വ്യാപാരികള് ഒന്നടങ്കം വളരെ സംഘടിതമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്യാഷ് ട്രാൻസാക്ഷൻസിന് മിക്കവാറും ബാങ്കിൽ ഒരു കൂടിയ എമൗണ്ട് ഫീസ് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ATM വിഡ്രോ ചെയ്യണതിനും ക്യാഷ് വിഡ്രോ ചെയ്യണതിനൊക്കെ ഫീസ് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ വാശി പിടിക്കും ഞങ്ങൾക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വേണം എന്നുള്ളത്. അപ്പൊ ഇത് അങ്ങനെ സംഘടിതമായിട്ടൊന്നും ആരെയും തോൽപ്പിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഒട്ടും തന്നെയാണ് പറയണല്ലേ? അതെ, പിന്നെ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട എന്താണ്, രാജ്യത്തിന്റെ പുരോഗതിയുടെ ഇതാണ് എന്ത് തന്നെ പറയണത്. നമ്മളിപ്പോ ശരീരത്തിന് രക്തം എന്ന് പറഞ്ഞ പോലെ രാജ്യപുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത്. ടാക്സ് ഇല്ലാതെ ഗവൺമെന്റ് എവിടെ നിന്നാണ് പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്? അപ്പോ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസും അതിൽ നിന്നുണ്ടാവുന്ന ടാക്സ് ബേസ്ഡ് ജനറേഷനും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്ത ഇനിഷ്യേറ്റീവും കൂടിയാണ് ഈ ക്യാഷ്ലെസ് എക്കോണമി, കള്ളപ്പണം ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പൊ അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരിക്കലും നിന്ന് കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു 25th അവിടെ ബന്ധാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്തിട്ട് അവർ അവിടെ ബന്ദ് നടത്തുവാണെന്ന് തോന്നുന്നു. കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ ഞാൻ പറഞ്ഞ പൊളിറ്റിക്സിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഈ അതായത് എന്താ പറയാ ടാക്സ് അടയ്ക്കുക അല്ലെങ്കിൽ ടാക്സിന്റെ കംപ്ലയൻസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനോടൊരു റിലക്റ്റൻസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ രാജ്യത്തൊരു കാര്യം നടക്കുന്നത് അങ്ങനെയാണ് നിയമം എന്നിരിക്കെ അത് ചെയ്തു പോകുക എന്നുള്ളതല്ലാതെ അതിന് അഗേൻസ്റ്റ് ഇതുപോലെ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്തത്
അതുകൊണ്ട് ലോങ് ടൈമിൽ കാര്യമുണ്ടെന്ന് തോന്നണില്ല. ഗവൺമെന്റ് ഈ ഒരു ഇനിഷ്യേറ്റീവ് പുറകോട്ട് പോകുമെന്നും എനിക്ക് തോന്നണില്ല. അപ്പൊ എന്താണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്തതിന് താങ്ക്സ് കേട്ടോ. താങ്ക് യു. ഇനി എങ്ങാനും ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ അവിടുത്തെ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയാലോ, അതിൽ കാര്യമില്ലാന്ന് ആദ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്തിട്ട് പോവുമായിരിക്കും അല്ലെ. നമ്മളിത് അടുത്ത ട്രാക്കിലേക്ക് പോവാണ്.